ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ചായക്ക് പെട്ടെന്നൊരു കടിയൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കി കഴിക്കാം. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒരു അളവിലുള്ള ഒരു ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി ക്യാബേജ് മാത്രമേ ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറഞ്ഞൊരു അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്യാബേജ് ഒന്ന് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ ഇതുപോലെ നേരിയ പീസായി വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ക്യാബേജ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇപ്പോൾ നല്ലോണം കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്ത ക്യാബേജ് ഇതാണിത്. ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ എല്ലാ ക്യാബേജും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്യാബേജിൻ്റെ അളവൊക്കെ കൂട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഇതിങ്ങനെ നൈസായി കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഇതുപോലെ തിന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കൈവച്ച് നമുക്ക് ഇത് നല്ലോണം ഒന്ന് രണ്ടും കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ക്യാബേജിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാൻ. കൈവച്ചത് ഇതുപോലെ നല്ലോണം ഇങ്ങനെ തിരുമ്പി കൊടുത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയൊക്കെ ഒന്ന് സെപ്പറേറ്റായി വന്ന് ഉള്ളിയൊക്കെ ഒന്ന് നല്ല കുഴഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് ഇഞ്ചിയാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി നല്ലോണം ചതച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ മസാലപ്പൊടിയാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് പെരിഞ്ജീരകവും ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം അല്പം ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്പം കടലപ്പൊടിയും അതോടൊപ്പം തന്നെ അരിപ്പൊടിയാണ്. അപ്പോൾ രണ്ടും കൂടി 2 ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം അധികം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കടലമാവും അരിപ്പൊടിയൊന്നും അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൈവച്ച് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഉള്ളിയിൽ നിന്നും ക്യാബേജിൽ നിന്നൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് അല്പം ലൂസായി പോകുമെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് കൈവച്ച് തിരുമ്മിയെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ആയി കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അത്രയും നമ്മൾ കൈവച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വേണം ഇത് ആയിക്കിട്ടാൻ. നമ്മളിങ്ങനെ കൈവച്ച് ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു ഷേപ്പായി കിട്ടണം. ആ ഒരു രീതിയിൽ ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാനിൽ അല്പം ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് ഇതുപോലെ നമ്മൾ ക്യാബേജ് വട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിവടൻ്റെ അതേ ഒരു ആ ഷേപ്പിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഉള്ളിവടനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ക്യാബേജ് വടക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ക്യാബേജൊക്കെ വാങ്ങിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഒരു ചായക്കടിയൊക്കെ റെഡിയാക്കി കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു വടയൊക്കെ തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ വട കഴിക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ വടയും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ അല്പം കൂട്ടി വെച്ച് വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ഇതിങ്ങനെ മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും.
അപ്പോൾ ഇത് എല്ലാ സൈഡും ഇങ്ങനെ ഒരുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഉള്ളിവടയൊക്കെ തയ്യാറാക്കി കഴിക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെയാണ് ഈ സമയത്ത് ഈ ഒരു വട തയ്യാറാക്കുമ്പോൾ വരുന്നത്. ഇപ്പോൾ കാബേജ് വടയൊക്കെ നല്ല കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതിൽ പൊടികളുടെ അളവൊന്നും കൂടാൻ പാടില്ല. അത് ഇതിലിങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ കാബേജിൻ്റെ ആ ഒരു പീസൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലുള്ള ആ ഒരു അളവിലാണ് ഇതിലേക്ക് കടലമാവാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് പൊടികളിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ഇതിപ്പോൾ വടയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അടിപൊളി ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ ചായയോടൊപ്പം കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി നമ്മുടെ കാബേജ് വട. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം.